ഇന്ന് തുടരും എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് തുടരും. പടം കഴിഞ്ഞിറങ്ങിയതിൻ്റെ വന്നിറങ്ങിയ ആൾക്കാരുടെ നമുക്ക് റെസ്പോൺസ് പോലും ചോദിക്കാൻ വയ്യാത്തവണ്ണം ഗൂസ് ബംസിലാണ് ആൾക്കാർ നിൽക്കുന്നത്. നിങ്ങൾക്കൊരു 80കളിലെ മോഹൻലാൽ അല്ല 90കളിലെ മോഹൻലാൽ, ഇപ്പം ആ ഒരു സമയത്തെ മോഹൻലാലിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. നമ്മൾക്ക് ഇയാൾ കരഞ്ഞാൽ നമ്മുടെ കൂടെ കരയുകയും അയാൾ ഇടിച്ചാൽ നമുക്ക് ഇടിക്കണമെന്ന് തോന്നുകയും അയാൾക്ക് അമർഷവും ദേഷ്യവും ഉള്ളി അമർത്തപ്പെടുത്തി നമ്മൾ സീറ്റിൻ്റെ എഡ്ജിലിങ്ങനെ മുറുകിയിരിക്കുകയും ചെയ്യുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കിഡുമായിട്ട് ചെയ്തെടുത്തു. ഓരോ സ്റ്റണ്ട് സീനിലും നിങ്ങൾക്ക് ആ കഥയ്ക്കകത്ത് ആ ആളെ അവിശ്വസിക്കാനൊരു മാർഗ്ഗമില്ല. ഈ നായകനെ അവിശ്വസിക്കാൻ നിങ്ങൾക്ക് ഒരു മാർഗ്ഗവുമില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ സംഭവത്തിൻ്റെ ലെയർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒത്തിരിയേറെ തവണ തരുൺമൂർത്തി യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ആനകൾ നടന്നു തുടങ്ങുമ്പോൾ കാട് ഇളകി തുടങ്ങും എന്നുള്ള വാചകത്തിലാണ് തുടങ്ങുന്നത്. ശോഭന, അയ്യോ ഒന്നും പറയാനില്ല. മോഹൻലാലിന് ഇപ്പം നേർക്ക് തരുന്നേ, നിങ്ങൾ ആ താടി വെട്ടണ്ട, താനെന്തു കാണിക്കുവാടോ എന്ന് നാളെ ചോദിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇന്ന് ശോഭനയല്ലാതെ ആരുണ്ട്? മോഹൻലാൽ കഴിഞ്ഞാൽ ഇനി കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പീസാണ് ഈ വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നോ, പ്രകാശ് വർമ്മ എന്നുള്ള ആളെ എന്തുമാത്രം ആൾക്കാർക്ക് അറിയാവുന്ന എനിക്ക് അറിയത്തില്ല. ഇൻട്രൊഡ്യൂസിങ് പ്രകാശ് വർമ്മ എന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എൻ്റെ പൊന്നോ ഇതാണ് കാണാൻ പോകുന്ന വിസ്മയം എന്നുള്ളത്. ഇനി അയാൾ മലയാള ഇൻഡസ്ട്രി വിട്ടു പോവില്ല. ഇനി മലയാള ഇൻഡസ്ട്രിക്ക് അയാളെ കളയാൻ പറ്റില്ല. എല്ലാവരും ഒരേപോലെ പറഞ്ഞ ഒറ്റ വാചകമാണ്, എൻ്റെ പൊന്നോ പഴയ മോഹൻലാൽ തിരിച്ചു വന്നു. യെസ്, ഹി ഈസ് ബാക്ക്. ഇത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.